ജോലി ചെയ്യുമ്പോഴോ ഒരു അപകടം സംഭവിച്ചാൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കേണ്ടതും ചികിത്സ നൽകേണ്ടതും തൊഴിൽ ഉടമ തന്നെയാണ്. അർജുന കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരു സാധാരണ ചോദ്യമാണ്, സംശയതാണ്. ESI നിയമത്തിൻ്റെ പരിധിയിൽ വന്ന ഒരു തൊഴിലാളിക്ക് അപകടം സംഭവിച്ചാൽ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യത തൊഴിലുടമയ്ക്ക് വരുമോ എന്നുള്ളതാണ് ചോദ്യം. വരില്ല. കാരണം ESI നിയമത്തിൻ്റെ പരിധിയിൽ വന്ന ഒരു തൊഴിലാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം, ജോലി ചെയ്യുമ്പോഴോ ജോലിയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ അതിന് ചികിത്സ നൽകുന്നതും ആ തൊഴിലാളിക്ക് ആവശ്യമായ കോമ്പൻസേഷൻ കൊടുക്കുന്നതും എല്ലാം തന്നെ ESI ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് തൊഴിലുടമയുടെ ബാധ്യതയല്ല. മറിച്ച് ESI നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത ഒരു തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം തൊഴിലാളിക്ക് ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ ഒരു അപകടം സംഭവിച്ചാൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കേണ്ടതും ചികിത്സ നൽകേണ്ടതും തൊഴിൽ ഉടമ തന്നെയാണ്. കാരണം ആ തൊഴിലാളിക്ക് ബാധകമായിട്ട് വരുന്നത് ESI നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത തൊഴിലാളിക്ക് ബാധകമായിട്ട് വരുന്നത് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്റ്റാണ്. ആ നിയമത്തിൻ്റെ പഴയ പേര് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് എന്നാണ്. പുതിയ പേരാണ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട്. ESI നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന തൊഴിലാളികൾക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് ബാധകമല്ല.